ഏവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി ഒരു പരിപ്പ് കറിയാണ് വെക്കാൻ പോകുന്നത്. ഇതിന് ഒരു പണിയില്ലാത്ത ഒരു പരിപ്പ് കറിയാണ്. പണിയില്ല, സിമ്പിൾ ആണ്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമുക്ക് ചപ്പാത്തി തിന്നാൻ കൊള്ളാം അല്ലേ, ചോറിന്റെ കൂടെ കൊള്ളാം. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ സൈഡായിട്ട് ഇപ്പൊ നമ്മൾ മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ പല ഫ്രൈ ഒക്കെ ആണെങ്കിൽ അതിന്റെ കൂടെ ഒരു ചാറ് കറിക്ക് വേണ്ടി ടപ്പേ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് ഈ സാധനം ഉണ്ടാക്കാം അല്ലെ. അങ്ങനത്തെ പരിപ്പ് കറിക്ക് വേണ്ടിയിട്ട് അമ്മ എടുത്തു വെച്ചാൽ പരിപ്പ് എന്ന് പറയുന്നത് എന്ത് പരിപ്പ്? തുവരപ്പരിപ്പ്, സാധാ സാമ്പാർ പരിപ്പ് അല്ലെ. ഇപ്പൊ മസൂർ ദാൽ അങ്ങനെ പല ടൈപ്പ് ദാലൊക്കെ കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട്. ഇത് സാധാ പരിപ്പാണ്. അപ്പൊ നമ്മുടെ പരിപ്പ് നമുക്കൊരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെ. നമ്മുടെ പരിപ്പ് കഴുകി എടുത്തിട്ട് നമ്മൾ അതൊരു കുക്കറിലോട്ടാണ് വെക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് വേവാനെ കൊണ്ടാണ്. അപ്പൊ നമ്മളത് കുക്കറിലോട്ട് ഇടാം. ഇതിന്റെ കൂടെ വേറെ കുറച്ച് സാധനം കൂടിയൊക്കെ ചേർക്കും കേട്ടോ. അപ്പൊ നമ്മൾ ഈ പരിപ്പ് കറിക്ക് പ്രത്യേക രുചി വരാൻ വേണ്ടി വേറൊരു സംഗതി കൂടെ നമ്മൾ ചേർക്കുന്നത് 3 കൂട്ടം ചുവന്നുള്ളി. നമ്മളത് നന്നായിട്ട് പൊളിച്ച് കഴുകിയിട്ട് നമുക്ക് അതുകൊണ്ട് ഇതിന്റെ കൂടെ അങ്ങോട്ട് വെറുതെ ഇട്ടാൽ മതി അല്ലേ. വെറുതെ ഇട്ടാൽ മതി, ഒന്നും വേണ്ട, ചുമ്മാ അങ്ങിട്ട് കൊടുക്കുക. അപ്പൊ അത് ഇത്രയും ചുവന്നുള്ളിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ ഇടുന്നുണ്ട്. ചുമ്മാ അങ്ങിടുക. അങ്ങനെ നമ്മുടെ പരിപ്പും ഉള്ളിയും ഇങ്ങനെ കിടപ്പുണ്ട്. ഇതിലേക്ക് ഇനി എന്താ ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് 2 കഷ്ണം വെളുത്തുള്ളി ചുമ്മാ അങ്ങിടുവാണ്. വെളുത്തുള്ളി ഇട്ടു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ. വെളുത്തുള്ളിയുടെ കൂടെ തന്നെ നമ്മൾ ചേർക്കുന്ന കുറച്ച് ശകലം ഇഞ്ചിയും കൂടെ ഇങ്ങനെ നമ്മൾ കുരുകുരുവെന്ന് അരിഞ്ഞിട്ടുണ്ട്, അതും ഇടാം. പിന്നെ നമ്മൾ ഒരു പച്ചമുളക് കൂടി ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കീറി ഒരു പച്ചമുളക് ഇട്ടു. പിന്നെ നമ്മൾ അതിനകത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഉപ്പൊന്നും ഇപ്പൊ ചേർക്കത്തില്ല. ഉപ്പ് ചേർത്താൽ പരിപ്പ് വേവാൻ താമസിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഒരു സ്വല്പം വെളിച്ചെണ്ണ ഒഴിക്കും. എന്തിനാന്ന് ചോദിച്ചാൽ ഈ പരിപ്പ് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർക്കാം. അതല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇങ്ങനെയൊക്കെ ചേർക്കാറുണ്ട്. നെയ്യ് ബട്ടറൊക്കെ മാറി ഇതിനകത്ത് ചേർത്ത് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഇതിന്. ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വിസിലടിപ്പിച്ച് നമ്മുടെ പരിപ്പ് അത്യാവശ്യം നന്നായിട്ട് വേവിച്ചെടുക്കണം അല്ലെ. വെന്തൊടച്ച് നമ്മൾ എടുക്കണം അല്ലെ. നമ്മുടെ പരിപ്പൂരുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ അമ്മ കുറച്ച് ചുമന്നുള്ളി അരിയുന്നുണ്ട്. ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ്. 2 വറ്റൽമുളക് എടുത്തു വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കറിവേപ്പില ഇരിപ്പുണ്ട്, മല്ലിയില ഇരിപ്പുണ്ട്, തക്കാളി ഇരിപ്പുണ്ട്. ഒപ്പം നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. തുറന്ന് കാണിച്ചാൽ അങ്ങനെ പരിപ്പ് വെന്ത് നന്നായിട്ട് ഇരിപ്പുണ്ട്. ഇനി ഇതൊന്ന് ഉടച്ചെടുക്കണം ഈ പരിപ്പ് അല്ലെ. അപ്പൊ ഇതൊന്ന് ഉടച്ച് സെറ്റ് ആക്കി എടുക്കണം. നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ. കടുക് പൊട്ടിക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. പച്ചമുളകുണ്ട്, പച്ചമുളകുണ്ട്, ഒപ്പം നമ്മുടെ ചുമന്നുള്ളി ഉണ്ട് കേട്ടോ. ഇനി ഇതിന്റെ അകത്ത് കാണിക്കാത്തൊരു സാധനം കുരുമുളകാണ് കേട്ടോ. ലേശം കുരുമുളകും കൂടി നമ്മൾ ഇതിന്റെ അകത്ത് ഫൈനൽ സ്റ്റേജിൽ ആഡ് ചെയ്യും. അപ്പൊ നമുക്കൊരു കാര്യം നേരെ നമുക്കിത് നമ്മുടെ അടുപ്പിലേക്ക് വെച്ചിട്ട് ബാക്കി ലാസ്റ്റ് സംഭവം നമുക്ക് സെറ്റ് ആക്കാം അല്ലേ. തക്കാളി ലാസ്റ്റ് എപ്പിസോഡ് നമുക്ക് കാണാം. തക്കാളിയുടെ തൊലി അങ്ങ് ചെത്തിക്കളയും. അങ്ങനെ നമ്മളിത് നമ്മുടെ ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നത്? കടുക് ഇടുന്നു. ഇത് കടുക് മാത്രല്ല കേട്ടോ പൊട്ടിക്കുന്നത്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഉടനെ തന്നെ വേറൊരു സാധനം ഇടും. ഇത് നമ്മുടെ സാധാ ജീരകമാണ് കേട്ടോ. ആ ജീരകവും കൂടെ നമ്മൾ ഇട്ട് ഇതിൻ്റെ അകത്ത് പൊട്ടിക്കുന്നുണ്ട്. പച്ചമുളക് നമ്മൾ ആദ്യം ഇടും. അത് കഴിഞ്ഞ് നമുക്ക് ചുമന്നുള്ളി ഇടാം. പിന്നെ നമ്മളെ ജീരകം കൂടെ അങ്ങോട്ട് ഇടുവാണ്. ജീരകം കൂടി ഇടുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ ഇങ്ങനെ ജീരകം ഇട്ട് പൊട്ടിച്ചില്ലേലും കുഴപ്പമില്ല. വേറൊരു രീതിയിൽ ചെയ്യാം. നമ്മൾ ഇങ്ങനെയും ചെയ്യാറുണ്ട്. നമ്മൾ ഈ പരിപ്പ് വേവിക്കത്തില്ല, അതിന്റെ കൂടെ നേരെ കുറച്ച് ജീരകം കൂടി ഇട്ടും നമ്മൾ പൊട്ടിക്കാറുണ്ട്. അങ്ങനെ വേവിച്ചെടുക്കും കേട്ടോ. അപ്പോഴും ജീരകത്തിന്റെ ഫ്ലേവർ കിട്ടും. ഇങ്ങനെ ചെയ്യുകയും ചെയ്യാം. 2 രീതിയിലും ചെയ്യാം. നമ്മുടെ പരിപ്പ് നോക്കിയാൽ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. മുളക്, കറിവേപ്പില. ഭയങ്കര എളുപ്പമാണ് ഇതല്ലേ. പിന്നെ നമ്മുടെ തക്കാളിയും കൂടെ ഇടാനുണ്ട്. മറ്റേ ഒക്കെ ചുമന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തക്കാളിയും കൂടി വരക്കാം. തക്കാളി നേരെ നമ്മൾ പരിപ്പിന്റെ അകത്ത് ഇട്ട് വേവിച്ചെടുക്കുന്ന രീതിയിലും ആളുകൾ ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ആ കിട്ടുന്ന ഇതിന്റെ കൂടെ ഇട്ട് വേവിക്കുമ്പോൾ കിട്ടുന്ന ടേസ്റ്റ് അല്ല ഇങ്ങനെ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിച്ചിട്ട് കിട്ടുമ്പോൾ ടേസ്റ്റ്. അപ്പൊ രണ്ടും 2 രീതിയിലും നമുക്ക് ചെയ്യാവുന്ന അല്ലേ രണ്ടിനും പക്ഷെ 2 രുചിയായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ തക്കാളി നന്നായിട്ടൊന്ന്
മൂത്ത് വരട്ടെ അല്ലെ? ആ പച്ചക്കറിയൊക്കെ മാറി. ഓക്കെ, നമ്മളിതുവരെ ഇതൊരു ഉപ്പൊന്നിനും നമ്മൾ ചേർത്തിട്ടില്ല. നമ്മുടെ പരിപ്പിൽ ഉപ്പ് ചേർത്തിട്ടില്ല, ഒന്നിനും നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. എത്ര ഉപ്പിടുക? ഉപ്പിടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ തക്കാളി എല്ലാം മൂത്തിട്ടുണ്ട്. നമുക്കിനി പരിപ്പ് വേവിച്ചെടുക്കുന്ന പരിപ്പ് അങ്ങോട്ട് ഒഴിക്കാം. തീ ഇത്തിരി കുറച്ച് വെച്ചിട്ട് വേണം ഒഴിക്കാനായിട്ട്. കാരണം പരിപ്പ് അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും നല്ല ചീനിച്ചട്ടിയൊക്കെ നന്നായിട്ട്, ഇൻഡാലിയത്തിന്റെ ഒക്കെ ചീനിച്ചട്ടി ആകുമ്പോൾ നന്നായിട്ട് ചൂടുള്ളത് കൊണ്ട് പൊട്ടിത്തെറിക്കും അല്ലെ? തെറിച്ച് വരും. അപ്പൊ നമ്മുടെ പരിപ്പ് ഒഴിച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. നമ്മൾ ഇനി കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ഈ പാത്രം കൂടെ ഒന്ന് കഴുകി ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക അല്ലെ? ഇപ്പോഴാണ് നമുക്ക് എന്തോരം വെള്ളം വേണമെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് ഇതിനകത്ത് ചേർക്കാം. പരിപ്പിന്റെ കൊഴുപ്പ് അനുസരിച്ച് വെള്ളത്തിന്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചേർക്കാം. നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി വെള്ളം അല്ലെ? പരിപ്പേറി തിളച്ച വെള്ളം. പരിപ്പേറി ആകുമ്പോൾ യഥേഷ്ടം വെള്ളമൊക്കെ നമുക്ക് കൂട്ടാം അല്ലെ? ഒത്തിരി തിക്കായിട്ട് പരിപ്പേറി ഇരിക്കണം അല്ല നല്ലത്. ഇനിയിപ്പോ നന്നായിട്ട് തിളച്ച ഉപ്പും കൂടെ വേണം. ഉപ്പ് കുറച്ച് വേണം. ഇനി ഇതിന്റെ നമ്മൾ മല്ലിയില ചേർത്തിട്ടില്ല, കുരുമുളകൊന്നും നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പ് തിളച്ചോണ്ടിരിക്കുമ്പോൾ ചേർക്കുന്ന ഈ സാധനം എന്താണ്? കുരുമുളക് പൊടി. ലേശം കുരുമുളക് പൊടി, മേമ്പൊടിക്ക് വേണ്ടി നമ്മൾ ലേശം കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ചേർക്കാൻ പോകുന്നത് നമ്മളുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ്, അതായത് പരിപ്പ് കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ മല്ലിയിലയാണ് കേട്ടോ. മല്ലിയിലയും കൂടെ ഉണ്ടെങ്കിലാണ് അതിന്റെ ആ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അല്ലെ? ആ ഒരു ടേസ്റ്റ് അതാണ് മല്ലിയിലയും കൂടെ വരുന്നത്. മല്ലിയില ചേർത്തു. ഇനി ഇതിന്റെ അകത്ത് നമുക്ക് ഓപ്ഷണൽ ആയിട്ട് ചെയ്യാവുന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ബട്ടറോ ഗീയോ ഒക്കെ വേണമെങ്കിൽ, ഗീ അല്ല എപ്പോഴും ബട്ടർ, കുറച്ച് ബട്ടറൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ആണ് കേട്ടോ. ബട്ടറൊക്കെ ആഡ് ചെയ്യാൻ ഒക്കെ ആണെങ്കിൽ പിള്ളേർക്കൊക്കെ ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമ്മൾ ബട്ടറും ഗീയും ഒന്നും ചേർക്കുന്നില്ല, ഇങ്ങനെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നു. നമ്മൾ തീ ഓഫ് ചെയ്യുന്നു. നമ്മുടെ പരിപ്പ് കറി അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട് അല്ലെ? അങ്ങനത്തെ നമ്മുടെ പരിപ്പ് കറി അമ്മ അടുപ്പേന്ന് മാറ്റി നമ്മുടെ തിരികടക്കകത്തേക്ക് അങ്ങ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ തിരികട കണ്ടില്ല, അമ്മ ഉണ്ടാക്കുന്ന തിരികടയാണ് നമ്മുടെ കവുങ്ങിന്റെ ഓല അല്ലെ? കവുങ്ങിന്റെ ഓല കൊണ്ട് ഉണ്ടാക്കുന്ന തിരികടയാണ്. ഇതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മളുടെ പരിപ്പ് കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അല്ലെ? അടിപൊളിയാണ്. ചപ്പാത്തിക്ക് നല്ലൊരു സാധനമാണ് പരിപ്പ് കറി അല്ലേ? നോർത്ത് ഇന്ത്യ, നമുക്ക് ഗുജറാത്തിലൊക്കെ ചിലപ്പോ എപ്പോഴും എല്ലാരും പരിപ്പ്, ദാൽ കറിയും ചപ്പാത്തി അല്ലെ? ലേശം ചോറും അല്ലെ? അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ ഈ പരിപ്പ് കറി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക്, പരിപ്പ് കറി ഒന്നും കൂടെ കാണിക്കാട്ടോ. ലൈക്ക് ചെയ്യാൻ വേണ്ടി ഒന്നും കൂടെ കാണിക്കാം. ലൈക്ക്, കമന്റ് മറക്കരുത്. ഒപ്പം തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്താതെയാണ് കാണണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ഹൈപ്പ് ചെയ്യണം അല്ലെ? എന്തൊക്കെ അതിനകത്ത് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാൻ ഓർമ്മിപ്പിക്കുകയാണ് അല്ലെ? ഒപ്പം പരിപ്പൂരി ഉണ്ടാക്കണം. പരിപ്പൂരി നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയ രാവിലെ ചപ്പാത്തിക്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ചപ്പാത്തി പരിപ്പ് നമ്മൾ ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ പരത്തിക്കൊണ്ടിരിക്കുമ്പോ തന്നെ നമ്മുടെ പരിപ്പൂരി റെഡി ആവും. പിന്നെ ചപ്പാത്തിക്ക് മാത്രമല്ല, വൈകുന്നേരം ചോറിനാണെങ്കിലും താമസിച്ചൊക്കെ ഓഫീസിൽ നിന്ന് വരുവാണെങ്കിൽ ടപ്പേന്ന് ഈ സാധനം ഒക്കെ ഉണ്ടാക്കാം അല്ലെ? എല്ലാം കൂടെ ഒന്നിച്ചിട്ട് വേവിക്കുന്നു, കടുക് പൊട്ടിക്കുന്നു, എടുക്കുന്നു. ഇത്രേ ഉള്ളു സംഭവം അല്ലെ? അരക്കേണ്ട ഒന്നും വേണ്ട. തേങ്ങ ഒന്നും ചേർത്തിട്ടേ ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പരിപ്പൂരിലൊക്കെ നമ്മൾ തേങ്ങ ചേർക്കും സ്പെഷ്യൽ അല്ലേ? ഈ പരിപ്പൂരി തേങ്ങ വേണ്ട. കുറച്ച് ബട്ടർ, ഞാൻ വീണ്ടും പറയും, കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ, ഒരു ക്യൂബ് ബട്ടർ കൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എന്റെ പരിപ്പൂരി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും എന്റെ നന്ദി, നമസ്കാരം.